friends, once again welcome back to PVN's English Global class. Today I'm going to discuss you about the poem Death the Leveler by James Shirley. James Shirley, one of the great renowned English poet during Elizabethan period in English literature. Here, this poem, Death the Leveler, എന്ന ഈ കവിത ഒരു ഫ്യൂണറൽ സോങ് ആണ്. ഫ്യൂണറൽ സോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കില്ല. ഒരു അന്ത്യേഷ്ടിക്രിയ അല്ലെങ്കിൽ മരണ സമയത്ത് ആലപിക്കുന്ന ഒരു ഗാനമാണ് ഫ്യൂണറൽ. നമുക്ക് ഒരുപാട് ഫ്യൂണറൽ സോങ്സുകൾ നമുക്ക് കാണാം. ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് ഫ്യൂണറൽ സോങ്സ് ഉണ്ട്. നമുക്കറിയാം, ഉദാഹരണം ഷീസ് ഗോൺ ഒരു ഇംഗ്ലീഷ് ഫ്യൂണറൽ സോങ് ആണ്. ഡേവിഡ് ഹാർക്കിൻസിൻ്റെ ഒരു ഇംഗ്ലീഷ് പോയമാണത്. അതുപോലെ തന്നെ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞൊരു വിക്ടോറിയൻ ഇംഗ്ലീഷ് പോയറ്റ് ഉണ്ട്, ക്രിസ്റ്റിന റോസറ്റിയുടെ. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഒരുപാട് ഫ്യൂണറൽ സോങ്സ് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ കവിതയും ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സോങ് ആണ്. ശവസംസ്കാര ചടങ്ങിലും മറ്റും ആലപിക്കാൻ അല്ലെങ്കിൽ ആലപിച്ചുകൊണ്ടിരുന്ന ഒരു കവിതയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഈ കവിതയുടെ ഇതിവൃത്തം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഡെത്ത്, മരണം, അല്ലേ? മരണം എന്നുള്ളത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്താണ്, ഇന്നെവിറ്റബിൾ ട്രൂത്താണ്, അൺഅവോയ്ഡബിൾ ട്രൂത്താണ്. കാരണം മരണം ഒരു സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. മരണം വരാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ജനിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ജാതസ്യ ധ്രുവോ മൃത്യുർ എന്ന് ഗീതയിൽ പറഞ്ഞത്, ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ജനിച്ചവന് ധ്രുവോ നിർബന്ധമായിട്ടും മൃത്യു ഉണ്ടായിരിക്കും, മരണം ഉണ്ടായിരിക്കും. സോ ഡെത്ത് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ഫാക്റ്റാണ്, നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പോൾ ബട്ട് വി ഫിയർ അബൌട്ട് ദ ഡെത്ത്, ദ പീപ്പിൾ ഫിയർ അബൌട്ട് ദ ഡെത്ത്. എപ്പോഴും ജനങ്ങൾക്ക് മരണത്തെ പേടിയാണ്. പക്ഷേ ഫിയർലെസ്നെസ്, നിർഭയം, ദാറ്റ് വി വാണ്ട് മോസ്റ്റ്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം മരണം ഏത് സമയവും നമ്മളിലേക്ക് വന്നു ചേരാം. ഡെത്ത് മേ കം അറ്റ് എനി ടൈം ഇൻ യുവർ ലൈഫ്. വി കാൺട്ട് വെയിറ്റ് വെൻ വി ഗോ ഓർ വി ഗെറ്റ് എ കാൾ ഫ്രം ഡെത്ത്. മാൻ, യു ഗെറ്റ് റെഡി ഫോർ എന്ന് പറഞ്ഞാൽ, മരണത്തിന് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ കുട്ടിയെ കുളിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നഴ്സറിയിൽ കുട്ടിയെ പറഞ്ഞയച്ച് വരാമെന്നോ എക്സ്ക്യൂസുകളൊന്നും മരണത്തിന് മുമ്പിൽ നിരത്തിയിട്ട് കാര്യമില്ല. മരണം ഏത് സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാം. The only guaranteeless thing in this event, nothing but the human body. ഈ ലോകത്തിൽ ഏതിനെയും നിങ്ങൾക്ക് ഒരു പക്ഷേ ഗ്യാരണ്ടി കിട്ടിയേക്കാം. ഈവൻ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഒരു സോപ്പിന് പോലും നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്ന കാലമാണ് ഇന്ന്. പക്ഷേ ദിസ് ഹ്യൂമൻ ബോഡി, ഈ മനുഷ്യ ശരീരത്തിന് നോ ഗ്യാരണ്ടി അറ്റ് ആൾ. വൺസ് വി റീച്ച് ദ ഹോം, ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ വീട്ടിലെത്തി ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചെത്തുന്നവരെ നോ ഗ്യാരണ്ടി അറ്റ് ആൾ. അറ്റ് എനി വാക്ക് ഓഫ് ലൈഫ് യു മേ ഹാവ് ടു ഫേസ് ദ ഡെത്ത്. ജീവിതത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് മരണം സുനിശ്ചിതമാണ്, അത് വരിക തന്നെ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഭൗതികമായ ആത്മാഭിമാനത്തിനൊന്നും സ്ഥാനമില്ല, അതല്ലെങ്കിൽ ഞാൻ എന്ന ഭാവത്തിനൊന്നും സ്ഥാനമില്ല എന്നൊക്കെയാണ് കവിതയിലൂടെ നമ്മുടെ മുമ്പാകെ വരച്ച് കാണിക്കുന്നത്. ഇറ്റ്സ് എ പോപ്പുലർ ഫ്യൂണറൽ പോയം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഫോർ എക്സാം പർപ്പസ് യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻ അബൌട്ട് വാട്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് ഒന്നുമില്ല അതിൻ്റെ സമ്മറി എഴുതാനോ അതല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്കോ ഒക്കെ ആയിട്ട് അപ്രീസിയേഷൻ എഴുതാനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഡെത്ത് ദ ലെവലർ എന്ന്. നമുക്ക് ഒരു മുഖവര എന്നോണം പറഞ്ഞത് മാത്രം. നമുക്ക് ഈ കവിതയുടെ വരികളിലേക്ക് പോകാം. നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവർ മുമ്പിൽ എടുത്തു വെച്ചുക. ഓരോ വരികളുടെയും മീനിങ് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടു ലൈൻസ് പറയുന്നത്
ദ ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് എന്നാണ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്. എന്താ കവി പറയുന്നത്? ദ ഗ്ലോറീസ്, ദ പ്രൗഡ്നെസ്. നമുക്കൊരു ബബിൾ റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ഒരു കുമിളയുടെ അഹങ്കാരം. ഒരു കുമിള വെള്ളത്തിനടിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ഞാനാണ് സർവ്വലോക സുന്ദരൻ, സുമുഖൻ, എല്ലാം തികഞ്ഞവരെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു കുമിള ഒരു ജലാശയത്തിന്റെ അടിയിൽ നിന്ന് അങ്കുരിച്ച് ഉയർന്നു വരുന്നത്. പക്ഷെ വാട്ട് ഹാപ്പൻ അറ്റ് ദ സർഫേസ് ഓഫ് ദ വാട്ടർ, വൺസ് ഇറ്റ് റീച്ച് ദ സർഫേസ് ദ വാട്ടർ ഇറ്റ് ഈസ് ഫസ്റ്റ്, അത് വെള്ളത്തിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അത്ര ആയുസ് നമുക്ക് ഈ ഭൂമത്തുള്ളൂ, ആ വിഷയമായി പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ബബിൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എത്രമാത്രം ഉയർന്ന് മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു അഹംഭാവം നോക്കും ഞാൻ. അതുപോലെയാണ് ഈ മനുഷ്യര്. ഗ്ലോറീസ് ഓഫ് ബ്ലഡ് അല്ലേ, നമ്മുടെ രക്തത്തിൽ അഭിമാനിക്കുന്ന ഒരാൾക്കാണ്. റോയൽ ബ്ലഡ് ഓഫ് ഡൗൺ ട്രോഡൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അധോഗതിയിലുള്ളവരുടെ ബ്ലഡ്, കുലീനവർഗ ജാതകരുടെ ബ്ലഡ്, രാജകീയ ബ്ലഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ? ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചവനാണ്. അതാണ് ബ്ലഡ്. അല്ലാണ്ട് നമ്മുടെ ബയോളജിക്കൽ ബ്ലഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പിറന്നു വീണ എൻ്റെ പവിത്രമായ രക്തത്തിന്റെ അഭിമാനം, അതിലാണ് ഒട്ടുമിക്ക ആർക്കും പറയുന്നത് അല്ലേ. നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്, നീ ആരാ, എന്താ വിചാരിച്ചത്, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ നമ്മൾ ബ്ലഡിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് ഇല്ലേ. അതുപോലെ സ്റ്റേറ്റിനെ കുറിച്ചും. സ്റ്റേറ്റ് ആണ് നമ്മുടെ അർത്ഥം അവസ്ഥ എന്നാണ്. പൊസിഷൻ ദാറ്റ് വി ഗോട്ട് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ. ഞാൻ ആരാ? ഞാൻ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഞാനാരാ? ഞാൻ SI. ഞാനാരാ? ഞാൻ ഡോക്ടറാ. ഞാനാരാ? വക്കീലാണ്. ഞാനാരാ? സർവശ്രേഷ്ഠനാണ്, ഗംഭീരനാണ്, ഉയർന്ന പദവിയിലിരിക്കുന്നു. ഐ ആം ഓക്യുപ്പൈങ് ദ ഹൈ പൊസിഷൻ ദ ലൈഫ് എന്നൊരു അഹംഭാവം ഒട്ടുമിക്ക പേർക്കുണ്ട്. പക്ഷെ മരണത്തിനുണ്ടോ ജഡ്ജി? മരണത്തിനുണ്ടോ ഡോക്ടർ? മരണത്തിനുണ്ടോ കുലജാതകര്? ബിഫോർ ഡെത്ത് ഓൾ ആർ ഈക്വൽ. മരണത്തിന് മുമ്പിൽ നമ്മളൊക്കെ തുല്യരാണ്. അവിടെ നമ്മൾ ഏത് പദവിയിൽ വിരാജിക്കുന്നവനാകട്ടെ, നമ്മൾ ഏത് ബ്ലഡിൽ ജനിച്ചവനാകട്ടെ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ ഇൻ വിച്ച് വി ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, ദാറ്റ് വോണ്ട് ബി കെയർഡ് ബൈ ഡെത്ത്. അതിനൊന്നും മരണത്തിന്, കാലന് അതിലൊന്നും വ്യത്യാസം കാണുന്നില്ല. അത് കേവലം ഷാഡോസ് എന്നാ പറയുന്നത്, നിഴൽക്കൂത്തുകള്. ഇതൊക്കെ നിങ്ങളെ നിഴലുകളല്ലപ്പ. യാഥാർത്ഥ്യം ഉണ്ടെങ്കിലല്ലേ നിഴലുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ കേവലം ഷാഡോസ് ആണ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്. അതൊരിക്കലും ലോകത്തിലെ സർവശ്രേഷ്ഠമായ വസ്തുക്കളല്ലപ്പ. നോട്ട് സബ്സ്റ്റാൻഷ്യൽ, നോട്ട് എൻലൈറ്റൻ തിങ്സ് ഇൻ ദിസ് വേൾഡ്, നോട്ട് splendid things in this world. You may have a false notion that it is the substantial thing in this world. No, it is not at all. ഇത് അതിബൃഹത്തായ സംഭവങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നും അല്ല. ഏത്? നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ സ്റ്റാറ്റസ്. സീറോ ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പിൽ സീറോ ആണ്. ക്ലിയർ? ഇതിലൊന്നുമില്ല. അതിൽ നിങ്ങൾ എന്തിനാ സംഭവിക്കുന്നു? പിന്നെ പറയുന്നു എന്താ? There is no armor against fate. We may have to yield or surrender before the fate. നമ്മൾ വിധിക്ക് കീഴടങ്ങേണ്ടി വരും. F ക്യാപിറ്റൽ എടുക്കുന്നതാണ്. സർവേശ്വരന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക ശക്തിയുടെ മുമ്പിൽ നാം ഇന്നല്ലെങ്കിൽ നാളെ സറണ്ടർ ചെയ്യണം, ഈൽഡ് ചെയ്യണം, കീഴടങ്ങണം. അതിനെതിരെ ഒരു ആർമറും ഇല്ല, ഒരു പടച്ചട്ടയും ഇല്ല. നമ്മളൊരു യുദ്ധത്തിൽ വേണമെങ്കിൽ ഒരു എതിർ ശത്രുവിന്റെ അമ്പോ അല്ലെങ്കിൽ വെടിയുണ്ടയോ ഏൽക്കാതിരിക്കാൻ ബുള്ളറ്റ് പ്രൂഫുകളോ ആർമറോ പടച്ചട്ടയോ ഒക്കെ നമുക്ക് വെച്ച് കെട്ടാം. പക്ഷെ മരണം വരുന്ന സമയത്ത് ഏത് ആർമർ, ഏത് പടച്ചട്ട വെച്ചുകൊണ്ട് നമുക്ക് മരണത്തെ പ്രതിരോധിക്കാൻ പറ്റും? ഡിഫെൻഡ് ഒഫൻ ഇസ് നത്തിങ് ബിഫോർ ഡെത്ത്. നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. മരണം വന്നു കഴിഞ്ഞാൽ ഒരു ആർമർ വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല, ഒരു പടച്ചട്ട വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല. കാരണം അത് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഡെത്ത് മേ കം ആൻഡ് അറസ്റ്റ് യു, ടേക്ക് യു ഫ്രം ദിസ് വേൾഡ്, ടു അനദർ വേൾഡ്. മറ്റൊരു ലോകത്തിലേക്ക് കുട്ട നിർത്തിക്കോ, നമുക്ക് വേറെ ലോകത്തിലേക്ക് പ്രവേശിക്കാനായിരിക്കുന്നു. വി ക്യാൻ ഗോ, നമുക്ക് പോകാം എന്ന് മരണം വന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ആ വിളി കേൾക്കാൻ
തയ്യാറായി നിന്നേ പറ്റൂ. In English we may say, life is an irony. We won't get what we wish for, and what we get we cannot possess at all. So that will be the reason for all the dissatisfaction in our life. ഈ ജീവിതം എന്നൊരു വിരോധാഭാസം നമ്മൾ കൊതിക്കുന്നു, നമുക്ക് കിട്ടില്ല, കിട്ടിയൊന്നും നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് കാമക്രോധ മോഹലോപാധികളാകുന്ന വികാരങ്ങളൊക്കെ ജനിക്കുന്നത്. അതൊക്കെ ഒന്നുമല്ല. കിട്ടാത്ത ആഗ്രഹിക്കാൻ പോകും, ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അതൃപ്തി, ദേഷ്യം, കോപമായി അങ്ങനെ ഒരുത്തിനെ ഇല്ലാതാക്കാനോ ശ്രമിക്കും. ഈ ഫിലോസഫി ഓഫ് ഡെത്ത് ഉണ്ടല്ലോ, അത് വല്ലാത്ത ഒന്നാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ആരെയും ഒന്നും കൊല്ലാൻ കഴിയില്ല. കാരണം ഒരാളെ കൊന്നു എന്ന് അഹംഭാവിക്കുകയാണെങ്കിൽ അയാൾക്ക് മരണം വരാതിരിക്കണം. ആരും ചിരഞ്ജീവിയൊന്നുമല്ല, ആരും എവറിത്തിങ് ഈസ് മോർട്ടൽ, എല്ലാം മോർട്ടൽ, നശ്വരമാണ്. നത്തിങ് ഈസ് ഇമോർട്ടൽ. ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇമോർട്ടൽ, അനശ്വരതയില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വേറെ ആരെങ്കിലും വധിക്കും അല്ലെങ്കിൽ കൊല്ലും. ഏതെങ്കിലും മഹാമാരി വന്നിട്ടോ, ഇപ്പോൾ കോവിഡ് മഹാമാരിയെ പോലെയുള്ള പാൻഡമിക് മേ കം ആൻഡ് മേ കിൽ അസ്, ഓർ നേച്ചുറൽ ഡിസാസ്റ്റർ മേ കം ആൻഡ് കിൽ അസ്. അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വരും, നമ്മെ കൊല്ലും. അതുമല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ സൈക്കിൾ ഓഫ് പാസേജ് ഓഫ് ടൈം മേ കം ആൻഡ് വെൻ വി റീച്ച് അവർ ഏജ് ഓൾനെസ് വി മേ ഹൗ ടു സേ അവർ ഫെയർവെൽ ടു ദിസ് വേൾഡ്. അപ്പോൾ ഒന്നുകിൽ കാലചക്രം നമ്മളെ കൊല്ലും, ആരും കൊന്നിട്ടില്ല എങ്കിലും. അപ്പം ഡെത്ത് നമുക്ക് സുനിശ്ചിതമാണല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഒരാളെ വകവരുത്തി എന്നൊക്കെ നമ്മൾ കുറ്റം കൊള്ളുന്നത്? ഈ ഒരു ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ നോ കില്ലിംഗ് ആൻഡ് ടു ബി കിൽഡ്, നോ കില്ലിംഗ് ആൻഡ് ടു ബി കിൽഡ്. ഈ ലോകത്തിൽ കൊല്ലലും കൊല്ലിപ്പിക്കലും ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ഡെത്ത്. ആർക്കും ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ല. ആരില്ലാതാക്കിയാലും അയാൾക്കുമുണ്ട് ഡെത്ത്, അയാൾക്കുമുണ്ട് മരണം. ടുഡേ ഓർ ടുമാറോ ഹി മേ ആൾസോ ഹാവ്. എവരി വില്ലൻ ഹാസ് എ ഡേ ഓഫ് ഡെത്ത്. Likewise, every common man also has the day of death. No difference at all, no difference at all. But we may have a false notion that we may sustain here in this world forever. ആരാ ഇവിടെ പറയുന്നത് ഈ ലോകത്തിൽ നമ്മളെക്കാളും ഇവിടെ നിലനിൽക്കുന്നത്? സോ അതുകൊണ്ട് നമുക്ക് മരണത്തിനെതിരെ ഒരു പടച്ചട്ടയും വെച്ച് കെട്ടാൻ കഴിയില്ല, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ പറയുന്നു എന്താ അടുത്ത വരി പറയുന്നത്? Death lays his icy hand on kings, scepter and crown. നോക്കൂ, ഡെത്ത് ലേസ് വെക്കുന്നു, ഇറ്റ്സ് ഐസി ഹാൻഡ്, അതിൻ്റെ മരവിച്ച കരങ്ങള് ഓൺ കിങ്സ്, രാജാക്കന്മാരിൽ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഒരു രാജാവ് എന്ന് പറയുന്നത് സ്റ്റാറ്റസിലെ ഏറ്റവും ഉന്നത പദവിയാണ്, ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നതാണ് ഒരു രാജാവ്. ആ രാജാവിന് മരണം വെറുതെ വിടുവോ? ഇല്ല. ആ രാജാവിനും മരണം വന്നതിൻ്റെ ഐസി കരങ്ങൾ വെക്കും. മരണത്തിന്റെ ഐസായ കരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളും മരവിച്ചു പോകും, നമ്മളും വിറങ്ങലിച്ചു പോകും, നമ്മളും ഐസായി മാറും. Can we say that death may show impartiality or partiality? മനുഷ്യർ കാണിക്കുന്ന പോലെ പക്ഷാഭേദം മരണം കാണിക്കുമോ? അവൻ രാജാവല്ലേ, അവനെ തൊടണ്ട, അവൻ പൊയ്ക്കോട്ടെ എന്ന്? നോ. അവൻ SI അല്ലേ, അവനെ തൊടണ്ടാന്ന് വിചാരിക്കുമോ? നോ. അവൻ ഫിലോസഫറാണ്, അവൻ തൊണ്ടാന്ന് വിചാരിക്കുമോ? നോ. മരണത്തിനെന്താ, എന്ത് സ്റ്റാറ്റസാണ്? എല്ലാ രാജാക്കന്മാരുടെയും മരണം വന്ന് അതിൻ്റെ ഐസി കരങ്ങൾ വയ്ക്കും. അങ്ങനെ വരുമ്പോൾ രാജാവിൻ്റെ സെപ്റ്റർ ആൻഡ് ക്രൗൺ ഉണ്ടല്ലോ, രാജാവിൻ്റെ അഭിമാനത്തിൻ്റെ കിരീടവും അയാളുടെ നിയമം നടപ്പാക്കാനുള്ള ചെങ്കോലും അയാളുടെ സെപ്റ്ററും എല്ലാം മസ്റ്റ് ഹംബിൾ ഡൗൺ, എല്ലാം ഫാൾ ഡൗൺ, താഴെ വീഴും. ഹംബിൾ ഡൗൺ മീൻ ഫാൾ ഡൗൺ. ഒരു രാജാവിൻ്റെ ഏറ്റവും അഭിമാനത്തിൻ്റെ പ്രൗഢതയുടെ സ്വർണ്ണ കിരീടമുണ്ടല്ലോ, ഉത്തമാംഗത്തിൽ അല്ലെങ്കിൽ ശീർഷത്തിൽ തലയിൽ വയ്ക്കുന്ന കിരീടം, അത് സ്വർണം അല്ലെങ്കിൽ സ്വർണം തന്നെ ആയിക്കോട്ടെ. രാജാവിൻ്റെ ശരീരത്തിൽ മരണം എന്ന ഐസി ഹാൻഡ് വയ്ക്കുന്നതോടുകൂടി രാജാവ് വിറങ്ങലിക്കുന്നു, ആ കിരീടവും താഴെ വീഴുന്നു. തൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്ന സെപ്റ്റർ ഉണ്ടല്ലോ, ചെങ്കോല്, തൻ്റെ അധികാരം നടപ്പാക്കാനുള്ളതായ ആ റൈറ്റിൻ്റെ പ്രതീകമാണ് ഒരു ചെങ്കോൽ എന്ന് പറയുന്നത്. അപ്പം ആ ചെങ്കോലും താഴെ വീഴുന്നു. പിന്നെ എന്ത് അധികാരം, ആരധികാരം നടപ്പാക്കുന്നു? സോ ബിഫോർ ഡെത്ത് നത്തിങ് ഈസ് ദെയർ. രാജാവിനിലും മരണം വന്ന് കൈവയ്ക്കും. അങ്ങനെ അയാളും ചൂടാറി എന്നല്ലേ നമ്മൾ പറയുക, തണുത്ത് മരവിച്ചു പോകും. അപ്പം രാജാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന സെപ്റ്ററും രാജാവിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടവും മരണത്തിന് മുമ്പിൽ ഒന്നുമല്ല. That lays his icy hand on king and scepter and crown must tumble down, must fall down.
അത് താഴെ വീണേ പറ്റൂ, വീഴും. എന്നിട്ടോ ആൻഡ് ഇൻ ദ ഡസ്റ്റ്, അത് ഡസ്റ്റിലേക്ക് പോകുന്നു, ധൂളിയിലേക്ക് പോകുന്നു, മൺപൊടിയിലേക്ക് പോകുന്നു, മണ്ണിലേക്ക് പോകുന്നു. ബി ഈക്വൽ മെയ്ഡ്, തുല്യമാക്കി തീർക്കുന്നു. വിത്ത് വാട്ട്? രാജാവിന്റെ ചെങ്കോലും കിരീടവും ബി മെയ്ഡ് ഈക്വൽ എന്നാണ്, സമതുല്യമാക്കുന്നു. എന്തിനോട്? വിത്ത് പുവർ, പാവപ്പെട്ടവന്റെ, ക്രുക്കുഡായിരിക്കുന്ന സ്കിത്ത് ആൻഡ് സ്പേഡ്, പാവം കർഷകന്റെ വളഞ്ഞ അരിവാളിനോടും കൈക്കോട്ടിനും സമതുല്യമാകും. ഒരു കർഷകന്റെ കയ്യിലേക്ക് നോക്കിയാൽ വളഞ്ഞിരിക്കുന്ന സ്കിറ്റ് നമുക്ക് കാണാം, വളഞ്ഞിരിക്കുന്ന അരിവാൾ നമുക്ക് കാണാം. അതുപോലെ അയാളുടെ കയ്യിൽ തോളിലേന്തിക്കൊണ്ടൊരു കൈക്കോട്ടും ഉണ്ടാവും. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ പ്രതീകമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൈക്കോട്ടിനും അദ്ദേഹത്തിന്റെ അരിവാളിനും സമതുല്യമായിരിക്കും രാജാവിന്റെ ചെങ്കോലും കിരീടവും. രാജാവിന്റെ ചെങ്കോലും കിരീടവും സമതുല്യമാണ് സാധാരണക്കാരന്റെ അരിവാളിനും കൈക്കോട്ടിനും തുല്യമായി. Where does the difference lie? എവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്? എവിടെയാണ് വൈജാത്യം കിടക്കുന്നത്? So before death all are equal. Before death all are equal. മരണത്തിന് മുമ്പിൽ എല്ലാം സമതുല്യരാണ് എന്നാണ് കവി പറയുന്നത്. What a philosophy, what a fantastic philosophy here the poet expresses before you, exposed before you. കവി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എത്ര വിചിത്രമായിരിക്കുന്ന മരണ ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ്. ഈ ഫിലോസഫി ഓഫ് ഡെത്ത് നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ആരെ ഉപദ്രവിക്കാൻ പോകും? So this is the first stanza of the poem. I think you well understood the first stanza of the poem, Death Leveler. Next, we go to the next stanza of the poem. What is that? Some men with swords may reap the field and plant fresh laurels where they kill. 102 lines. Some men, കവി ഇന്നാളെന്ന് പറയുന്നില്ല, ചില ജനതകൾ, ചില ആൾക്കാർ, വിത്ത് സോഡ്സ്, വാളുകൊണ്ട്, സോഡ് മീൻ വാളുകൊണ്ട്, മേ റീപ്പ്, കൊയ്തെടുത്തേക്കാം, ദ ഫീൽ, വയലുകളെ, സിംബോളിക് മീനിങ് ആണ്. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യും? പ്ലാൻ ഫ്രഷ് ലോറൽസ്, താൻ കൊയ്തെടുത്ത അതേ ഭൂമിയിൽ അവൻ പുതിയ ചെടികൾ നടും. ലോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ടൈപ്പ് വാഗമരം എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ താൻ കൊയ്തെടുത്തിരിക്കുന്ന ആ പ്രദേശത്ത് അദ്ദേഹം ഒരു പുതു കൃഷി നടത്താനായിക്കൊണ്ട് പുതിയ ചെടികളെ നടുന്നു എന്നാ കവി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നോക്കും? Some men with swords may reap the field and plant fresh laurels where they kill. Where did they annihilate the humanity? They may again try to nurture fresh starting. ഒരു ഭാഗത്ത് ജീവനുകളെ കൊന്നൊടുക്കി, അതേ ഭാഗത്ത് പൊതുജീവനുകളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എത്രയോ ഭരണാധികാരികളും അല്ലെങ്കിൽ ഭരണാധിപന്മാരും രാജാക്കന്മാരും വാളെടുത്ത് കൊയ്യാറുണ്ട്, ഇല്ലേ? കവി പറയുക, അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ ആരെ കൊയ്തെടുക്കാൻ പറ്റും? ആർക്ക് വെട്ടി നശിപ്പിക്കാൻ പറ്റും? ഏതേത് യുദ്ധഭൂമിയിൽ നിങ്ങൾ എത്ര ജനതകളെ കൊന്നൊടുക്കിക്കോളൂ, കൊന്നൊടുക്കി സാമ്രാജ്യം കെട്ടിപ്പടുത്തോളൂ. അല്ലയോ രാജാവേ, നിങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരാണ് ആരെ ഇല്ലാതാക്കുന്നുവോ അവർക്കും സുനിശ്ചിതമാണ് മരണം. അവര് പുതിയ പ്ലാന്റുകള്, ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചാലും, സാധാരണ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വെട്ടി ആക്രമിച്ചു പിടിക്കും, എന്നിട്ട് അവിടെ തനത് സംസ്കാരത്തെ, അവരുടേതായ സംസ്കാരത്തെ നട്ടുവളർത്താൻ ശ്രമിക്കും. അതാണ് പുതു പ്ലാന്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. In India also, the British came here, they conquered our Indian culture and they tried to nurture their culture here, English. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ബ്രിട്ടീഷുകാർക്കും ഇല്ലേ ഡെത്ത്? ഉണ്ട്. ഏത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനും ഇല്ലേ മരണം? ഉണ്ട്. ഏത് അഡോൾഫ് ഹിറ്റ്ലർക്കും ഇല്ലേ മരണം? ഉണ്ട്. അവരുടെയൊക്കെ മരണം അതിദാരുണമായിട്ടാണ് കലാശിക്കുന്നത്, നമ്മൾ ചിന്തിക്കണം. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ വെട്ടി
നേടാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കൊയ്തെടുക്കാൻ ശ്രമിക്കുന്ന കവി പറയുന്നത്. സോ സം മെൻ വിത്ത് സോഡ്സ്, ചില ജനങ്ങൾ വാളുകൊണ്ട് റീപ്പ് ചെയ്യുന്നു. റീപ്പ് ചെയ്യാന്ന് കൊയ്തെടുക്കുക, ഫീൽ, വയലുകള്, ഇവിടെ യുദ്ധഭൂമി എന്ന് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ആ കുരുക്ഷേത്ര ഭൂമിയിൽ അവർ പുതിയ വാഗമരങ്ങൾ നടാൻ ശ്രമിക്കുന്നു. പുന്നാക വാഗനോ അല്ലെങ്കിൽ ചെടികൾ എന്നർത്ഥം. അല്ലെങ്കിൽ ഇവിടെ അർത്ഥം പുതിയ മാനവികതയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കും. പക്ഷെ പുതിയ മാനവികതകൾ കെട്ടിപ്പടുത്താലും ഒരുപാട് മാനവർ അവിടെ വന്നാലും അവർക്കുണ്ടപ്പ മരണം. അപ്പം ക്രിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, ദിസ് ഇസ് ദ ട്രിക്ക് ഓഫ് നേച്ചർ. God is creating all and everything, or nature is creating all and everything in this world. And the God is also organizing, protecting, sustaining us for the longevity of our life. നമ്മുടെ ജീവിതത്തിന്റെ ആയുഷ്കാലം കുറച്ചു കാലം നമ്മളെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുന്നു. നമ്മളെ സൃഷ്ടിക്കുന്നു, കുറച്ചു കാലം ഇവിടെ നിലകൊള്ളാൻ സമ്മതിക്കുന്നു, അതിനുശേഷം നമ്മളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഡിസ്ട്രോയ്. The 3-letter God, G-O-D, Go. G stand for generating, creating, and O stand for organizing, and D stand for destroy. So, God is creating everything. If you have any difficulty to address this God, you may call it nature. പ്രകൃതിയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അതേ പ്രകൃതിയാണ് നമുക്ക് ഇവിടെ വായു, ഭക്ഷണാദികൾ തന്നു നിലനിർത്താൻ സമ്മതിക്കുന്നത്. കുറെ കാലം നിൽക്കുമോ? ഇല്ല. എത്ര കാലം നിർത്തും? അതിനൊരു പീരീഡ് നമുക്കുണ്ട്. ലോഞ്ചിവിറ്റി, അതങ്ങനെ ആയുസ് നമുക്ക് പറയും. അത് കഴിഞ്ഞാൽ വി മേ ഹാവ് ഡിപ്പാർട്ട്, നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ, പോയിരിക്കണം. കാലില്ല കാലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കവിതകളൊക്കെ ഉണ്ട് മലയാളത്തിൽ. പക്ഷെ അതൊക്കെ ഹൈപ്പോസിസ് അല്ലെങ്കിൽ കേവലം അസംഷൻസിലാണ്. കാലില്ലാത്തൊരു കാലം മലയാളത്തിൽ നല്ലൊരു കവിതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ട്രക്ഷൻ കൂടിയേ പറ്റൂ. എവറിത്തിങ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്. വാട്ട് ഈസ് ബീങ് ക്രിയേറ്റഡ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്. സൃഷ്ടിക്കപ്പെട്ടതൊക്കെ നശിപ്പിക്കപ്പെടണം. അതല്ല എങ്കിൽ ഈ പ്രകൃതിക്ക് അതിന്റെ താളലയങ്ങൾ അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടും. അത് തന്നെയാണ് നമുക്ക് ഈ പ്രകൃതിയിലേക്ക് വീക്ഷിച്ചാലും കാണുന്നത്. Where there is excessive population, nature may come and annihilate the total population. That is the circle of nature. അതാണ് പ്രകൃതിയുടെ ട്രിക്ക്. But the word nature means the trick. The trick done by nature, what is called nature. പ്രകൃതി എന്ന് പറഞ്ഞ വികൃതിയാണ്. പ്രകൃതി ചെയ്യുന്ന വികൃതിയെല്ലാം പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. ആ വികൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ജനനവും മരണവും ഒക്കെ. Birth and death are some experiences that goes throughout the world. On some part, some are born. On the part, some are dying. ചില ഭാഗത്ത് എന്തൊക്കെയോ ഉണ്ടാവുന്നു, ചില ഭാഗത്ത് എല്ലാം നഷ്ടപ്പെടുന്നു. വി ഡോണ്ട് ഫിയർ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അതിന്റെ നീതിക്കനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് ഈ 2 വരിയുടെ അർത്ഥം അതിഗഹനമാണ്. കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല, കാരണം യൂട്യൂബ് ക്ലാസ് ആയതുകൊണ്ട്. Then next, but their strong nose at last must yield. അതിന് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ബലിഷ്ഠമായിരിക്കുന്ന ഞാടിഞരമ്പുകൾ അവസാനം ഈൽഡ് കീഴടങ്ങണം. മസ്റ്റ് നാണ്, നിർബന്ധമായിട്ടും ഈൽഡ് ചെയ്തേ പറ്റൂ, നിർബന്ധമായിട്ടും കീഴടങ്ങിയേ പറ്റൂ. ഈവൻ ഇഫ് യു മേ ഗോ ടു എനി ജിംനാസ്റ്റ് ക്ലബ് or karate club or any sports club, there you can build up your muscle power. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ എവിടൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ മസിൽ പവർ ബലിഷ്ഠമാക്കിക്കോളൂ. ഏതൊക്കെ ഹോർലിക്സോ ബൂസ്റ്റോ നിങ്ങൾ കഴിച്ചോളൂ. ഏതൊക്കെ രീതിയിൽ നിങ്ങളെ നേർവ്സുകളെ ബലം കൂട്ടിക്കോളൂ. ആ ബലം കൂട്ടിയ നേർവ്സുകളെല്ലാം തളരും, വളർന്ന് തളർന്ന് മരവിച്ചു പോകും. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ആയ നേർവ്സ് ഉണ്ടല്ലോ, കവി പറയുന്നു, ശക്തി കൂടിയ നിങ്ങളുടെ ആ ഞാടി വ്യൂഹം, അതൊക്കെ ഈൽഡ് ചെയ്യണം. നിങ്ങൾ സറണ്ടർ ചെയ്തേ പറ്റൂ, കീഴടങ്ങിയേ പറ്റൂ എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വാളെടുത്ത് വെട്ടി വീശി സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തുകൊള്ളൂ, പക്ഷേ നിങ്ങൾ
വെട്ടി നിരത്താൻ വേണ്ടി ഉപയോഗിച്ച നിങ്ങളുടെ ബലിഷ്ഠമായ കരങ്ങൾക്കും ക്ഷയം സംഭവിക്കും, അത് സുനിശ്ചിതമാണ്. They tame but one another still now. They control, tame in control but one another still. പരസ്പരം അതെല്ലാം നിയന്ത്രിതമായി വരും. അങ്ങനെ ഏർലി ഓർ ലേറ്റ് എന്നാ കവി വരും. ചിലർക്ക് ഏർലി ആവാം, ചിലർക്ക് ലേറ്റ് ആവാം. എന്താ അങ്ങനെ പറയുന്നത്? ചിലർക്ക് മരണം വളരെ നേരത്തെ ആവാം, ചിലർക്ക് മരണം വളരെ വൈകിട്ടാവാം. ചിലരൊക്കെ 90, 100, 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചു എന്ന് പറയാം. ചിലരാണെങ്കിൽ 10-ാം വയസ്സിൽ മരിച്ചു പോകുന്നു എന്ന് പറയാം. നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒടുങ്ങുന്നത് വരെ നമ്മളിവിടെ ജീവിച്ചേ പറ്റൂ. ആ പ്രാരാബ്ധ കർമ്മത്തിന്റെ ഭാഗമായി കുറച്ചു കാലം നമുക്കിവിടെ ജീവിക്കാൻ പ്രകൃതി നമ്മെ അനുവദിക്കുന്നു. ആ പ്രാരാബ്ധ കർമ്മങ്ങൾ കെട്ടടങ്ങുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ടുപോയേ പറ്റൂ. നമ്മുടെ ശരീരം, നോട്ട് അവർ സോൾ, നമ്മുടെ ആത്മാവല്ല, നമ്മുടെ സെൽഫ് അല്ല. അവർ സെൽഫ് മേ അബോർഡ് ഓൺ അനദർ ബോഡി ആഫ്റ്റർ ഡെത്ത്. അവർ ഫിസിക്കൽ ബോഡി മേ ഗോ ടു എർത്ത്. അത് ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നു. ആത്മാവ് വേറെ ഏതോ യോനിയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ദിസ് ഈസ് വാട്ട് ഇസ് കാൾഡ് ഡെത്ത്. ആക്ച്വലി ദർ ഇസ് നോ ബർത്ത് ആൻഡ് ഡെത്ത്. ആത്യന്തികമായി പറഞ്ഞാൽ ജനന മരണമില്ല. കാരണം ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഉണ്ട്. എന്ത്? വ്യവഹാരികാടിസ്ഥാനത്തിൽ ജനനവും മരണമൊക്കെ ഉണ്ട്. എന്താ വ്യവഹാരികാടിസ്ഥാനം എന്ന് പറയാം? ഈ ശരീരം നശിക്കും, വേറൊരു ശരീരത്തിലേക്ക് അതേ ജീവൻ ചേർക്കുന്നു. ദിസ് വാസ് കാൾഡ് ഡെത്ത്. പക്ഷേ ആത്യന്തികമായി ഞാൻ എന്ന് പറയുന്ന ആ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ സെൽഫ് ബോധമണ്ഡലം ഉണ്ടല്ലോ, ആ ഞാൻ എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് സോൾ, ആ പവർ തന്നെ ഒരിക്കലും ജനനവും മരണവും ഇല്ല. അതുകൊണ്ട് നോ നീഡ് ടു ബി ഫിയർ അബൌട്ട് ഡെത്ത്. നോ നീഡ് ടു ബി ഫിയർ അബൌട്ട് ഡെത്ത്. റൈറ്റ്? നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ദിവസമാണോ? അല്ല, ബർത്ത്ഡേ ദുഃഖിക്കേണ്ട ദിവസമാണ്. അതെന്താ അങ്ങനെ? ഓരോ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഓരോ വർഷവും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബൈ ഈച്ച് ആൻഡ് എവരി ബർത്ത്ഡേ വി ആർ നിയറിങ് ഡെത്ത്. ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഓരോ ബർത്ത്ഡേ കഴിയുന്നവർ നമ്മൾ മരണത്തോടടുക്കുക. മരണത്തോടടുക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? ഇല്ല. പിന്നെന്താ നിങ്ങളത് ആഹ്ലാദിക്കുന്നു? അതൊന്ന്. മറ്റൊന്ന് പറഞ്ഞാൽ, ശരിക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലാക്കാത്തവർക്ക് അത് ദുഃഖിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ലിവിങ് ആണോ? ഡെഡ് ഫോം അല്ല. ആണോ? ശരിക്കും ബർത്ത് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് തന്നെ ശരിക്കും ഒരു മീനിങ് ലെസ്സാ. കാരണം ഭൂമിയിലേക്ക് വന്ന ദിവസത്തെ നമുക്ക് ബർത്ത് ഓഫ് ഡേറ്റ് എന്ന് പറയാം. അതിന്റെ മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. എവിടെ ഉണ്ടായിരുന്നു? ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഡെഡ് ഫോമിലായിരുന്നോ? അല്ല, ലൈഫ് ഫോമിലായിരുന്നില്ലേ? ആണോ? അപ്പൊ നിങ്ങൾ എന്താ ജനിച്ചത്? ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അല്ലേ? റൈറ്റ്? അന്ന് ചത്തരൂപത്തിലല്ലോ, ജീവരൂപത്തിലല്ലായിരുന്നു. അത് ആണ്. അതിന്റെ മുമ്പേ സ്പേം അല്ലെങ്കിൽ നമ്മുടെ ബീജരൂപത്തില് മാതാവിലോ പിതാവിലോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെയും നമ്മൾ ഡെഡ് ഫോമിലായിരുന്നു? അല്ല, ലൈഫ് ഫോമിലായിരുന്നു. ഇതങ്ങനെ പുറകിലേക്ക് പോയ എവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയി നമുക്ക് ഒരു പിടിയില്ല. അതങ്ങനെ സർക്കിളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു ജനനം മരണവും. നമുക്ക് വേണമെങ്കിൽ ഭൂമിയിൽ വന്ന ഡേറ്റ് നമുക്ക് ബർത്ത് ഡേറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ ആത്യന്തികമായി നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരുവിധ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഏർലി ഓർ ലേറ്റ്, നേരത്തെയോ വൈകിയോ എല്ലാവർക്കും മരണം വരും. ഏർലി ഓർ ലേറ്റ്. ഓ പാവം 10 കുരുന്ന് വയസ്സിൽ മരിച്ചുപോയി എന്ന് പറയുന്നതൊന്നും അർത്ഥവും ഇല്ല. കാരണം ഈ പറയുന്ന വ്യക്തിയും നാളെ മരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ അയാൾ മരിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. നമുക്കില്ല, അയാൾക്കേ ഉള്ളൂ എന്ന്. ഗോപാൽനാർ മരിച്ചു, അത് ഗോപാൽനാർക്കേ ഉള്ളൂ, എനിക്കില്ല എന്ന്. ലക്ഷ്മിക്കുട്ടിയമ്മ മരിച്ചു, ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കേ ഉള്ളൂ, എനിക്കില്ല എന്നാണ് മരണത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും അയാളുടെ മരണം വേറെ ആൾ പറയുക. അപ്പോ മരണം അത് വളരെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഡെത്തിനെ കുറിച്ച്. നമുക്കിവിടെ സംക്ഷിപ്തമായിട്ടേ പറയാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് മരണം ഏർലി ഓർ ലേറ്റ് ആയിട്ട് വരുന്നു. മാത്രമല്ല കവി പറയുന്നു ദേ സ്റ്റൂപ്ഡ് ഫെയ്റ്റ്. അവരെല്ലാം വിധിക്ക് വളഞ്ഞു കുത്തേണ്ടി വരും. സ്റ്റൂപ്പ് ചെയ്യാനോ വളഞ്ഞു നിൽക്കുക കുമ്പിട്ടത്. ഫെയ്റ്റ് ആണ് നിങ്ങൾക്കറിയാം, വിധി കർത്താവ്. ഇവിടെ ആൾമൈറ്റിന്നോ ഈശ്വരനോ ഗോഡെന്നോ പേരെന്തായാലും ആയിക്കോട്ടെ, പേരിലല്ലേ അന്തരം, പേരിലല്ലേ നമ്മൾ സടപെട പോകുന്നത്. പേരെന്തോ ആട്ടെ,
ആ പ്രാപഞ്ചിക ശക്തിയുടെ മുമ്പിൽ നമ്മൾ അവസാനം കീഴടങ്ങേണ്ടി വരും. നേരത്തെ ആവാം, വൈകിട്ടാവാം. പലരും പല രീതിയിലാണ് മരിക്കുന്നതെന്ന് മാത്രം. ഒരാൾ മരിച്ച രൂപത്തിൽ മറ്റുള്ളവർക്ക് അപൂർവമായിട്ടാണ് ഉണ്ടാവാറ്. എനിക്ക് എൻ്റെ മരണത്തിന് കാരണം ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തിന് കാരണം ഉണ്ടാവും. അങ്ങനെ ഓരോ മരണത്തിനും അതിൻ്റെതായ കാരണം വരുമ്പോൾ വി മേ ഹാവ് ടു ലീവ് ഫ്രം ഹിയർ. അപ്പം അങ്ങനെ കവി പറയുകയാണ്, ആൻഡ് മസ്റ്റ് ഗിവ് up upon get rid of their murmuring breeze when they pale captives creep to death now. What? And must give up mean abandon. നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. എല്ലാവിധ മർമറിങ് ബ്രീത്ത്, നമ്മളിങ്ങനെ അവ്യക്തമായി പ്രതിപുതുക്കുന്ന സ്വരവീചികളെല്ലാം തന്നെ, ആ ദീർഘനിശ്വാസങ്ങളെല്ലാം തന്നെ കാപ്റ്റീവ്സായി, തടങ്കൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ പിടിക്കപ്പെട്ടവനായിട്ട്, ക്രീപ്പ് ടു ഡെത്ത്, മരണത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ക്രീപ്പ് ഇഴഞ്ഞിഴഞ്ഞു പോയേ പറ്റൂ. അയ്യോ ഞാൻ മരണത്തിൻ്റെ അടുത്തേക്കില്ലേ എന്നൊക്കെ പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വി മേ ഹാവ് ടു ക്രീപ്പ് എന്ന് എഴുതുക. മന്ദം നമ്മൾ മരണത്തിന്റെ മുമ്പിൽ ഹാജരാവാൻ വേണ്ടി ഇഴഞ്ഞു ചെന്നേ പറ്റൂ. നമ്മൾ കാപ്റ്റീവ്സ് ആയിട്ടേ പറ്റൂ. ജയിൽ പുള്ളി അല്ലെങ്കിൽ പിടിക്കപ്പെട്ട വ്യക്തിയായിട്ടേ പറ്റൂ. തുറങ്കിൽ അടയ്ക്കപ്പെട്ട വ്യക്തികളായേ പറ്റൂ. We will be captive by the death. So നമ്മളെ കരകര മർമറിങ് ബ്രീത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ദിവസം ഒഴിവാക്കണം. മരിക്കുന്നതുണ്ടോ, മരണത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ, മരണത്തോടടുക്കുമ്പോഴും നമ്മുടെ ഓരോ കരണങ്ങളും, കണ്ണ്, ചെവി, നാക്ക്, മൂക്കൊക്കെ ഇങ്ങനെ പിൻവലിയുന്ന പ്രാതിഭാസമാണ് ഡെത്ത്. കണ്ണ് സാവധാനം പിൻവലിയും, ചെവി സാവധാനം പിൻവലിയും, സ്മെല്ല് ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെല്ലാം, ആൾ സെൻസസ് മേ ഗോ സ്ലോലി. എല്ലാ ഇന്ദ്രിയങ്ങളും, നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇതെല്ലാം അങ്ങനെ സാവധാനം പിൻവലിഞ്ഞ് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഡെത്ത്. ഒരു ലാമ വാട്ട് ഈസ് ഡെത്ത് എന്നൊരു ബുക്കിന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചാൽ നമ്മൾ മരിച്ചു പോവുകയാണെന്ന് തോന്നും. വായിക്കേണ്ട ബുക്കാണ്. അപ്പോൾ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കിരണങ്ങളും പിൻവലിയും അല്ലേ. മരണസമയത്ത് തൊട്ടുമ്പലിക്കുന്ന മാലതി ഇതാ അമ്മേ മോളാണെന്ന് പറഞ്ഞാൽ വല്ലതും ഉണ്ടോ? അങ്ങനെ നോക്കിക്കും. കാരണം കണ്ണ് പിൻവലിഞ്ഞു. കണ്ടതിന് തിരിച്ചറിയാനുള്ള മെന്റൽ പവർ ഇല്ല. അങ്ങനെ ക്ഷയിച്ച് കരണങ്ങളെല്ലാം പിൻവലിഞ്ഞ് നമ്മൾ 0 പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഈ ശരീരം പിന്നെ പ്രാവർത്തികമല്ല. ഇറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഡെത്ത്. അതിനെയാണ് നമ്മൾ അങ്ങനെ, അതുകൊണ്ടാണ് ഈ മെർമറിങ് ബ്രീത്ത് എന്ന് കവി പറയുന്നത്. മരണത്തോടടുക്കുമ്പോഴും നമ്മൾ കരകര സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് കാതുകൊണ്ടാവാം, അത് നാവ് കൊണ്ടാവാം, ബ്രീത്ത് കൊണ്ടാവാം. ചിലപ്പോൾ ഈ ശ്വാസം കൊണ്ട് വിട്ടാൽ പഞ്ചപ്രാണനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട് മരണസമയത്ത്. whenever you get some free time, you may go and watch the death incident. സ്വാഭാവിക മരണത്തെ പഠിക്കാൻ, മരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കരണങ്ങളുടെയും പിൻവലിയിൽ പോയി നിന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് മരണം എന്നുള്ളത്. യെസ്, അപ്പോൾ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് സെക്കൻഡ് സ്റ്റാൻസ. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റ് എക്സ്പ്രസസ് ദാറ്റ് അവർ മസിൽ പവർ ഈസ് നത്തിങ് ബിഫോർ ദ പവർ ഓഫ് ഡെത്ത് എന്നാണ്. നമ്മുടെ മസിൽ പവർ ഉണ്ടല്ലോ മരണത്തിന്റെ പവറിന് മുമ്പിൽ ഒന്നുമല്ല. വി മേ ഹാവ് ടു കോൺകർ, വി മേ ഹാവ് ടു ഈൽഡ്, വി മേ ഹാവ് ടു സറണ്ടർ ബിഫോർ ദ പവർ ഓഫ് ഡെത്ത്. വി മേ ഹാവ് ടു സല്യൂട്ട് ഡെത്ത്. മരണത്തെ സല്യൂട്ട് ചെയ്തേ പറ്റൂ, അത് സ്വീകരിച്ചേ പറ്റൂ. കുട്ടികളെ, ഇനിയെങ്കിലും നിങ്ങൾ മരണത്തെ പേടിക്കാതിരിക്കൂ. സധൈര്യം ആർജവത്തോടെ നിൽക്കൂ. ദാറ്റ് മേ കം. മരണവിഭ്രാന്തിയാണ് എല്ലാവർക്കും, മരണവ്യപ്രാളമാണ് എല്ലാവർക്കും. അതുകൊണ്ട് കാര്യമില്ല. ജീവിക്കുന്നിടത്തോളം കാലം സധൈര്യമായിട്ട് തൻ്റെ കർമ്മോത്സുകതയിൽ മുഴുകൂ. കവി ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. So we can go to next stanza, the third stanza of the poem. You see, it's a very important stanza in this poem, and you may have to understand very clearly. Are you ready? Yes, we may go to last stanza. Take the last stanza. What's the first line of the stanza? The garlands wither on your brow. The garlands wither on your brow. എന്നിട്ടോ, then boast no more of your mighty deeds. എന്താണ് വരികളൊക്കെ ഒന്ന് ആലോചിച്ചു. Upon death's purple altar now see where the victim bleeds. The garlands wither on your brow.
ഒരു ഫിലോസഫിയാണ്. നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയ പൂമാലകൾ വാടി കരിഞ്ഞേക്കാം. ഗാർലൻഡ് എന്ന പൂമാലകൾ, പുഷ്പഹാരങ്ങൾ. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് മഹനീയമായ ചടങ്ങുകളുണ്ടോ അവിടെയൊക്കെ നമുക്ക് പൂമാലകളുടെ സാന്നിധ്യം കാണാം. അല്ലേ? ഒരു നവവധുവിനെ അണിയിച്ചൊരുങ്ങി തൻ്റെ വിവാഹ മണ്ഡപത്തിലേക്ക് അണിയിക്കുമ്പോൾ അവളുടെ തലയിൽ പൂക്കിരീടങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. ആ പൂക്കിരീടങ്ങൾ ചാർത്തി കൊടുക്കുമ്പോൾ ആ യുവ അല്ലെങ്കിൽ വധുവിന് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവും. എന്താണത്? ഓ, ഞാൻ സർവമാലോകരും സർവലോകരും ഒരു അംഗീകാരം ചാർത്തിത്തരുന്ന ധന്യവേളയാണ് ഇത് എന്ന് അവൾക്ക് തോന്നുന്നു. അല്ലേ? പൂമാലകളൊക്കെ ചാർത്തി. അതുപോലെ മഹനീയമായ വ്യക്തികളെ നമ്മൾ ഹാരാർപ്പണം അല്ലെങ്കിൽ വേദിയിൽ വെച്ച് പൂമാലകൾ ചാർത്താറുണ്ട്. ഈ പൂമാലകൾ ചാർത്തുമ്പോൾ എന്താ അവരുടെ ഉള്ളിലുണ്ടാവുക? ചാർത്തുന്ന വ്യക്തിയുടെ ഉള്ളിൽ, ഓ, ഞാൻ ആരാ? രാജാവാണ്, ഞാൻ യുവവധുവാണ്. ഗാർലൻഡ്സ് അണിയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരത്തെയാണ് ക്രോണിംഗ് ഹോണേഴ്സ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ കിരീടദാനാവസ്ഥ. ഒരു യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറെ റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ നൽകി അവസാനം പൂക്കിരീടങ്ങൾ നൽകി ആ പൂക്കിരീടം തന്റെ തലയിൽ ചാർത്തി കൊടുക്കുന്ന ധന്യവേളയിലുണ്ടല്ലോ, അയാൾക്ക് കിട്ടുന്ന ആ വല്ലാത്തൊരു ഊഷ്മളത, ദ വാംത്ത് ഓഫ് ഹിസ് ലൈഫ്. ആ വേള ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ടാണ് ഈ കതിർ മണ്ഡപത്തിലൊക്കെ വരുന്ന വധുവരന്മാരെ തന്റെ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആയുഷ്കാലം വരെ ഓർത്തിരിക്കുക. കാരണം അത് മറ്റുള്ളവർ ചാർത്തി കൊടുക്കുന്ന ഒരു അംഗീകാര പത്രമാണ്. അപ്പൊ ഈ ഗാർലൻഡ് എന്ന സിംബോളിക് ആണ്. നമുക്കത് ഏത് രീതിയിലും വേണമെങ്കിൽ എടുക്കാം. സിംബോളിക്. പക്ഷെ അതെല്ലാം വിതരണ വാടും. നോട്ട് ഫോർ എവർ, നോട്ട് ഫോർ എവർ ലാസ്റ്റിംഗ്, നോട്ട് എറ്റേണിറ്റി, ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ്. ഏത് കതിർ മണ്ഡപത്തിലേക്ക് വന്ന യുവതും കുറച്ചു കാലത്ത് ഹണിമൂണെന്നൊക്കെ പറഞ്ഞടക്കാം. പിന്നെ ഹണിമൂണും പോവും, എല്ലാം പോവും. പിന്നെ ജീവിത പാരാപ്തത്തിലേക്ക് വന്നു. അങ്ങനെ വാടിക്കരിഞ്ഞ് നമ്മൾ വീണ്ടും അവസാനത്തെ യാത്രയിലേക്ക് പോകേണ്ടി വരും. അതെന്താ? ട്രാവൽ ടു ഡെത്ത്. ഹണിമൂൺ ടു ഊട്ടി, ഹണിമൂൺ ടു കൊടൈക്കനാൽ എന്നൊക്കെ പറയും. ഹണിമൂൺ ടു ഡെത്ത്. സോ ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ശരിക്കും പുരിക എന്നാണ് ഇവിടെ അർത്ഥം. നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന പൂമാലകള്. അതിനെക്കുറിച്ച് ഒന്നും ദെൻ അപ്പോൾ ബോസ്റ്റ് നോ മോർ. നിങ്ങൾക്ക് ബോസ്റ്റ് അടിക്കാൻ പറ്റില്ല. ഇത് ബോസ്റ്റ് ചെയ്യാന്ന കങ്കേമത്തം പറയുക അല്ലേ, ഞാൻ എന്നുള്ള ആ ബോസ്റ്റ് അടി. യുവർ മൈറ്റി ഡീഡ്. നിങ്ങളെ പവിത്രമായ പാവനമായിരിക്കുന്ന കർമ്മത്തെക്കുറിച്ച് ചിലർ അങ്ങനെ കാണുന്നത്, ഓ, ഞാൻ ചെയ്ത ഡീഡ്, ഞാൻ ചെയ്ത കർമ്മം, ഞാൻ ചെയ്ത ആക്ഷൻ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എത്ര കാലം വരെ ബോസ്റ്റ് അടിക്കാൻ പറ്റും? അതാണ് നിഷ്കാമ കർമ്മം എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ചെയ്തു എന്ന കാമത്തോടെ അല്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മം ചെയ്യുക വഴി നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക യോഗത്തിൽ നിന്ന് കിട്ടുന്ന എൻജോയ്മെന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഡീഡ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഇത് ഞാൻ ചെയ്തു എന്ന അഹംഭാവത്തോടെയാണ് നിങ്ങൾ ബോസ്റ്റ് അടിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഏത് കർമ്മം ചെയ്തു എങ്കിലും അത് അവസാനം നിങ്ങളെ വിട്ടുപോകും. ഏതൊക്കെ പൂക്കിരീടങ്ങളും ഏതൊക്കെ മഹനീയമായ ആലങ്കാരിക നിലകളും ജീവിതത്തിൽ നിങ്ങൾ നേടിക്കോളൂ. പക്ഷെ മരണത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. So the garlands wither on your brow, then boast no more. പിന്നെ നിങ്ങൾക്ക് ബോസ് അടിക്കാനേ പറ്റില്ല. എന്തിനെ കുറിച്ച്? യുവർ മൈറ്റി ഡീഡ്, ഞാൻ ചെയ്തു എന്ന ആ പവിത്ര അല്ലെങ്കിൽ ആ കർമ്മത്തെ കുറിച്ച് നിങ്ങൾക്ക് അഹംഭവിക്കാൻ പറ്റില്ല. കാരണം അപ്പോൺ ഡെത്ത് പർപ്പിൾ അൾട്ടർ, മരണത്തിന്റെ പർപ്പിൾ കളറോടുകൂടിയ ബലിപീഠത്തില്, അൾട്ടർ എന്ന് പറഞ്ഞാൽ ബലിപീഠം, കൊണ്ടുപോയിട്ട് പണ്ടൊക്കെ രാജഭരണകാലത്തൊക്കെ അൾട്ടർ ഉണ്ടാക്കും. രാജകുറ്റം ചെയ്തവരെയും സാമൂഹികപരമായ കുറ്റകർത്തങ്ങൾ ചെയ്യുന്നവരെയും ബലിപീഠത്തിൽ കൊണ്ടുവന്ന് അതിനു മുമ്പിൽ ബലി അർപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പീഠമുണ്ട്. അതാണ് ആൾട്ടർ ബലിപീഠം. പിന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ട് മൃഗങ്ങളെയൊക്കെ ആൾട്ടർ ചെയ്യുന്ന ബലിപീഠങ്ങളുണ്ട്. നരഹത്യ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അതിനെയും ഉണ്ടാവുന്ന ആൾട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മരണത്തിന്റെ ആൾട്ടർ, അത് കുറെ കാലം ഇങ്ങനെ
അറവ് ചെയ്യുമ്പോൾ അതിന്റെ കളർ എന്തായി മാറും? പർപ്പിൾ കളറാവും ഇല്ലേ, ഒരു റെഡിഷ് കളറായി മാറും. അപ്പം അപ്പോൺ ഡെത്ത്സ് പർപ്പിൾ അൾട്ടർ നൗ, മരണത്തിന്റെ അൾട്ടർ കളറോട് കൂടിയ ബലിപീഠത്തില് സീ നോക്കൂ, കവി പറയാ സീ നോക്കൂ ആ ബലിപീഠത്തിലേക്ക്. അവിടെ ആ ബലിപീഠത്തില് വിക്ടർ വിക്ടിം, വിജയും ഇരയും. വിക്ടർ വിജയിച്ചവൻ, വിക്ടിം ഇര പാത്രീഭവിച്ചവൻ. ബ്ലീഡ്, അയാൾ രണ്ടുപേരും രക്തം ഒലിക്കുന്നു. എന്നെന്താ? മരണം രണ്ടാളെയും കസാപ്പ് ചെയ്യും. വിക്ടർ, അതായത് നേരത്തെ ഈ കവിതയുടെ ആരംഭത്തിൽ പറഞ്ഞു എന്ത്, നോ ഡെത്ത്, അല്ലെങ്കിൽ ഡെത്ത് എന്നല്ല, നമുക്ക് ഒരാളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന്. കാരണം നമ്മുടെ തൊട്ട് പുറകെയും വരുന്നുണ്ട് മരണമേ. ഏത് വില്ലന്റെയും പുറകില് ഡെത്ത് ഉണ്ട്, ഏത് ഹീറോയുടെ പുറകിലും ഡെത്ത് ഉണ്ട്, ഏത് കോമൺ മാന്റെ പുറകിലും ഡെത്ത് ഉണ്ട്, ഏത് രാജാവിന്റെ പുറകിലും ഡെത്ത് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഏർലി ഓർ ലേറ്റ് എന്ന്. ചിലർക്ക് നേരത്തെ ആവാം, ചിലർക്ക് വൈകാവാം. ഏത് രോഗിയെ ഏത് ഡോക്ടർ ശുശ്രൂഷിച്ചോട്ടെ, ഏത് രോഗിക്കും മരണമുണ്ട്. മരണത്തെ അതിജീവിക്കാൻ ശ്രമിച്ചു കൊടുക്കുന്ന ഡോക്ടർക്കും മരണമുണ്ട്. അപ്പൊ ഡോക്ടറും രോഗിയും രാജാവും കോമൺ മാനും ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ആള് വിരാജിക്കുന്നു അവർക്കൊക്കെ ഡെത്ത് ഷുവറാണ്. സോ അപ്പോ ഇവിടെ പറയുന്നു വിക്ടറും വിക്ടിയും, ഇരയും. തൽക്കാലം ഒരാളെ വേണമെങ്കിൽ ബലി കൊടുക്കാം. പക്ഷെ ബലി കൊടുക്കുന്ന മൃഗത്തിനും ബലി ചെയ്യുന്നവരും ഒക്കെ മരണമുണ്ട്. അയാൾക്കൊക്കെ ബ്ലീഡ് ചെയ്യേണ്ടി വരുന്ന, രക്തം വലിക്കേണ്ടി വരും ആ ബലിപീഠത്തിൽ. ആ നീതി നിർണയം ചെയ്യുന്ന മരണത്തിന്റെ കണക്ക് പുസ്തകത്തില് ആൾ ആർ ഈക്വൽ. ബിഫോർ ഡെത്ത് വി ആൾ ആർ ഈക്വൽ, നമ്മളെല്ലാം ഈക്വൽ ആണ്. പിന്നെയോ അവിടെ യുവർ ഹെഡ്സ് മസ്റ്റ് കം, ബഹുജനാവി, നിങ്ങളുടെ തലകള് മസ്റ്റ് കം, വന്നേ പറ്റൂ, നിർബന്ധമായി വന്നേ പറ്റൂ. ഇത് കോൾ ടോം, മരണത്തിന്റെ തണുത്ത് മരവിച്ചിരിക്കുന്ന ടോമിലേക്ക്, ബലികുടീരത്തിലേക്ക് വന്നേ പറ്റൂ. ടോം എന്ന് പറഞ്ഞാൽ ബലികുടീരം, ശവകുടീരം എന്ത് വേണമെയോ. ശവകുടീരത്തിൽ കിടക്കുമെന്നുണ്ടാ കുറച്ചു കാലം കിടക്കുമ്പോൾ വെസ്റ്റേൺ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഐസ് പോലെ സുഖമായിട്ട് കിടക്കാം. അപ്പൊ അവിടെയുള്ള ആ തണുത്ത മരവിച്ച ശവകുടീരത്തിലേക്ക് all people may have to come. No need to hesitate. മടി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ലാസ്റ്റ് കപ്ലെറ്റിൽ അവസാനത്തെ 2 വരിയിൽ കവി എന്താ പറയുന്നത്? പിന്നെ നമുക്ക് at the time we go death what we can take from this world. അങ്ങനെയാണെങ്കിൽ മരണസമയത്ത് നമുക്ക് ഈ ലോകത്ത് നിന്ന് എന്ത് കൊണ്ടുപോകാൻ പറ്റും? സഞ്ചിത സംസ്കാരത്തിന്റെ ഉടമകളായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്നാണ്. സഞ്ചിതമായ സംസ്കാരത്തിന്റെ ഉടമകളായി നമുക്ക് ഇവിടെ പോകാം. സൽക്കർമ്മങ്ങൾ ചെയ്ത സംസ്കാരത്തിന്റെ ഉടമകളായി നമുക്ക് ഇവിടുന്ന് പോകാം. അതാ കവി ലാസ്റ്റ് പറയുന്നത് എന്ത്? നമുക്ക് മരണസമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു നീതി, വാട്ട് ഈസ് ദ ട്രഷർ ദാറ്റ് വി കൻ ടേക്ക് അവേ ഫ്രം ദിസ് വേൾഡ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഈസ് ഗുഡ് ഡീഡ്സ്, സൽക്കർമ്മം, ഗുഡ് ഡീഡ്, ഡോണ്ട് ഫോർഗെറ്റ്. എന്താ? ഓൺലി ദ ആക്ഷൻ, ലാസ്റ്റ് 2 വരി, ഡോണ്ട് ഫോർഗെറ്റ്. എന്താ? ഓൺലി ദ ആക്ഷൻ ഓഫ് ജസ്റ്റ്, നീതിയുടെ കർമ്മങ്ങളുടെ കിലോയെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. ഓൺലി ദ ആക്ഷൻ, ഗുഡ് ഡീഡ് അല്ലേ? എന്തിന്റെ? ജസ്റ്റ്, നോട്ട് ഇൻജസ്റ്റ് ഓർ അൺജസ്റ്റ്. അതാണ് സ്മെല്ല് ചെയ്യുന്നത്. സ്മെൽ സീ ആൻഡ് ബ്ലോസം ഇൻ ദിയർ ഡസ്റ്റ്. അങ്ങനെ ശവമഞ്ചലത്തിൽ അവൾ കിടക്കുന്ന വേളയിൽ അവർക്ക് ആകെ ഒരു ഇത് എന്ന് പറയുന്നാൽ നോബിൾ ഡീഡ്സ് ഓഫ് പേഴ്സൺ വിൽ റിമെയിൻ ഫോർ എവർ. ഒരു മനുഷ്യൻ തന്റെ ജീവിതായുഷ്കാലത്തിൽ ചെയ്തു തീർത്ത മഹനീയമായ കർമ്മങ്ങൾ മാത്രമേ മധുര വാസനകൾ പ്രദാനം ചെയ്യുള്ളൂ. സീഡ് സ്മെല്ലുകൾ ഇവിടെ നിലകൊള്ളൂ. അതിന്റെ ബ്ലോസം, പൂക്കൾ മാത്രമേ ഈ ഡസ്റ്റിൽ നിലകൊള്ളുകയുള്ളൂ, ഈ മണ്ണിൽ നിൽക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ, ഇവിടെ ഡസ്റ്റാണ് ഭൂമി, ഈ ഭൂമിയിൽ ന്യൂട്ടൺ പറഞ്ഞില്ലേ, ആസ് ലോങ് ആസ് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ മൈ നെയിം വിൽ ബി റിമെമ്പേർഡ്. ആകാശത്ത് നക്ഷത്രങ്ങള് തിളങ്ങി വിളങ്ങി നിൽക്കുന്നിടത്തോളം കാലം
ന്യൂട്ടൺ എന്ന പേരുകൾ എല്ലാവരും സ്മരിക്കപ്പെടും. ബിക്കോസ് ഇറ്റ് ഈസ് ഐ ഹൂ ഇൻവെന്റ് തിയറി ഓഫ് ലൈറ്റ്. കാരണം വേറെ ഒന്നുമല്ല, ഞാനാണ് പ്രകാശ സിദ്ധാന്തം കണ്ടുപിടിച്ചത്. അപ്പൊ പ്രകാശ സിദ്ധാന്തം കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂട്ടൺ എടുത്തിരിക്കുന്ന ആ ആക്ഷൻ ഓഫ് ജസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ന്യൂട്ടനെ ന്യൂട്ടനായി നിൽക്കുന്നത്. അതാണ് ഗാന്ധിജിയെ ഗാന്ധിജിയായി നിൽക്കുന്നത്. അതാണ് അബ്രഹാം ലിങ്കനായി നിർത്തുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മറ്റാരും ചെയ്യപ്പെടാത്ത മഹനീയമായ കൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുതുവാസനകൾ ഈ മണ്ണിൽ എക്കാലവും പൂക്കളായി വിടർന്നു നിൽക്കും. ബാക്കിയെല്ലാം ഇല്ലാതാവുന്നു. അതുകൊണ്ടല്ലേ ചിലരെയൊക്കെ നമ്മൾ എന്നും മരിക്കാൻ നിലകൊള്ളുന്നു. അപ്പൊ ഗാന്ധിസം നിലനിൽക്കുന്നിടത്തോളം ഗാന്ധി മരിക്കപ്പെടാതെ നിൽക്കും. പ്രകാശത്തെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുന്നതിനേക്കാളും ന്യൂട്ടനെ. ഈ സമയം MC സ്ക്വയർ എന്ന് പഠിപ്പിക്കുകയും പഠിക്കപ്പെടുന്നതിനേക്കാളും നമ്മൾ ഐൻസ്റ്റീനെ സ്മരിക്കപ്പെടുമായിരുന്നു. നമ്മൾ എന്താണ് അങ്ങനെയൊന്ന് ജസ്റ്റ് ആക്ഷൻ ചെയ്തിട്ടുള്ളത്? മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ ആക്ഷൻ അല്ലാതെ ഉപകാരപ്രദമായ വല്ല ആക്ഷൻ നമ്മൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രമേ പൊന്നാര മക്കളെ, സ്റ്റുഡൻസെ, ഈ ഭൂമി നിലനിൽക്കൂ എന്ന കൺക്ലൂഷനോട് കൂടി ഈ ഡെത്ത് ദ ലെവലർ എന്ന പോയം അവസാനിക്കുന്നു. എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ്. മാത്രമല്ല അഭ്യർത്ഥന, നിങ്ങൾ PVN ഗ്ലോബൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഈ ക്ലാസ് ആർക്കൊക്കെ ഷെയർ ചെയ്താൽ ഉപകാരപ്പെടുമോ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്.